ഓ ഒരാൾക്ക് ഇത്രയും വലിയ വീടാ? ആള് കുറെ ഉണ്ടായിനി, കുറെ ചത്തുപോയി, കുറെ പുറത്തു പോയി. എന്നാലും എന്തെന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം, ആള് കുറയുമ്പോ വീണ്ടും സൈസ് കുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വാ. എങ്ങനെയുണ്ട്? ഒന്നുമില്ലേടാ. കാർത്തിയാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് നിങ്ങളെ വെച്ചേക്കുന്നത്? ഒന്നുമില്ലാണ്ട് ഞാൻ എന്തുണ്ടാക്കാൻ? മിക്സിന്റെ ഇടാ, ഗ്രൈൻഡർ ഉണ്ടാ? ആ അതാ രസം. മാമിന് ഒന്നും പറ്റൂലെന്ന്, എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. ടി വി ഇല്ലേടാ? നല്ലോണം ടി വി കാണാൻ മുട്ടുമ്പോ എന്റെ വീട്ടിലേക്ക് വാ, ടി വി കാണാൻ. സീരിയല് കാണാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. എന്റെ കുറെ ജീവി ചെലവാകുമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും. പക്ഷെ ഞാൻ മാമനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരൂ. എന്നാ നിങ്ങൾ മിണ്ടിയും പറഞ്ഞേക്ക് ഇരിക്കുക, ഞാൻ അവരെ പോയി കൂട്ടിയിട്ട് വരാം. ഇല്ലേട്ടാ, രണ്ടു ദിവസമെല്ലാം കണ്ടിട്ട് ചെറിയ പ്രശ്നം. ആ മറ്റേ പയ്യൻ വീട്ടിൽ ഓമനട്ടിന്റെ മുകളിൽ ചുരിദാർ അടിക്കാൻ തന്നിനി. ചെറുങ്ങനൊന്ന് ടൈറ്റ് ആയി പോയി. വൈകുന്നേരം അവള് ഏട്ടം തല്ലാൻ വരുന്നിട്ട് അറിഞ്ഞു. ഇപ്പൊ 2 ദിവസം ഒളിവിലായി. വീട് ഓർന്നിട്ടാ പോലീസ് വിളിച്ചാ? ഞാൻ വായിക്കി തന്നില്ല. മണിയേട്ടാ, ഓ ചായ സ്ട്രോങ് അല്ലടോ. സ്ട്രോങ് തന്നെ, കുറക്കണ്ട. മുരളിയേട്ടാ, ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റിയിൽ നിന്ന് മുരളിയേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാ? അതെന്താ പറഞ്ഞു? അല്ല, പൊതു ചർച്ചയാണ്. അമ്പലത്തിന് മുരളിയേട്ടനെ കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലാന്നാ പൊതുവേ പറയുന്നത്. ഏലക്കായിട്ടിനല്ലേ കഴിയുമ്പോൾ അനിയനല്ലേ? ശരി തന്നെ മുരളിയേട്ടത്. നീ ചായ പിടിക്കാൻ വന്നല്ലേ? ചായ പിടിച്ചോ. മണി, എനക്കൊരു ചായ. ഏലക്ക വേണ്ട കേട്ടോ. അതെന്താ? ഞാൻ നിന്റെ അനിയനല്ലോ. നല്ല മുഖപരിചയം. അതിന്റെ വീട്ടിലെ പുതിയ വാടകക്കാരാ, വയനാട്ടിൽ നിന്നാ. ഓരോ മോളെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് മാറിയതാ. ഓ അതെയോ? എനിക്കിതിന്റെ വാടകന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ട്. ഒരു ചായ എടുക്കട്ടെ? വേണ്ട. കുടിക്കുന്നേ ആദ്യമായിട്ട് കടയിൽ വന്നിട്ട്. അല്ല, അതല്ല, മോള് വീട്ടിൽ ഒറ്റയ്ക്കല്ലോ. അതൊന്നും സാരമില്ല, ഒരു ചായ. നമ്മുടെ ചായ ഫേമസ് ചായ. എല്ലാവർക്കും കൊടുക്കൊരെണ്ണം. എന്നാ മധുരം വേണ്ട. ഏട്ടാ, ഭാസ്കരനല്ലേ? അതെ, ഞാൻ രമണൻ. അതിന് എൻ്റെ ചന്ദ്ര സോപ്പ് നിങ്ങളുടെ അടുത്തേ? ഞാൻ എൻ്റെ സോപ്പൊന്നും എടുത്തിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞാൽ രാവിലെ ആൾ സോപ്പ് എടുത്ത് കിടന്നിട്ട്. ആടെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ല. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ആകെ ഒരു സോപ്പാണ്. എൻ്റെ ഓള് പണിച്ചെന്നാണ്. എൻ്റെ ഓള് പണിച്ചെന്ന സോപ്പാണ്. ആള് നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് കാക്കയൊന്നും നോക്കിക്കൊണ്ട് പോയില്ല. ഇതുകൊണ്ട് ഞാനങ്ങനെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യ മാമന് ഷുഗർ വീണ്ടും കൂടിയിട്ടുണ്ടെന്ന് തോന്നല്ലോ മാമ. അല്ല, മെലിഞ്ഞ് കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട്. കാർത്തിയാനീച്ചി, ഒരാളെ ഇല്ലെന്ന് പറഞ്ഞിട്ടേ? ഒരാളെ ഇല്ലു, ഭാസ്കരേട്ടൻ. ഞാൻ ഇപ്പൊ പോവും, സുബ്രഹ്മണ്യൻ നാളെ പോവും. അല്ലെങ്കിൽ ഞാനിപ്പോ പോവേ. ആദ്യത്തെ ദിവസമായതുകൊണ്ടാ ഇത്രയും ചോറും കറി. ധൈര്യമായിട്ട് കഴിച്ച സാറേ. എന്റെ അച്ഛൻ ആസലാം പേരിയാന്ന്. കാത്തേച്ചി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ പറ. അച്ഛന് കുറച്ച് നിബന്ധനകളുണ്ട്.
ഈ മിക്സിയിൽ മിക്സിയിലും ഗ്രൈൻഡറിലും അരച്ചത് പാടില്ല. 4 മണിക്ക് ചായ, 3 നേരം ഗുളിക, മുൻകോ കൊണ്ട് ഒച്ച വെക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, ഉപ്പ് അധികം പാടില്ല, പഞ്ചാര ഒട്ടും പാടില്ല, പിന്നെ ഞാനും പാടാൻ പാടില്ല. ഇതൊക്കെ അല്ലേ? അതൊക്കെ എങ്ങനെ മനസ്സിലായി? പ്രസന്റേറ്റം പറഞ്ഞതാണ്. അതൊക്കെ പറയാൻ തന്നെ അറിയട്ടാ. ഇങ്ങനെ എത്ര എത്ര ബാധ വയ്പ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്ന് എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ വേണം പോകാൻ. ശീല അച്ഛാ, ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല. അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടമില്ലാണ്ടൊന്നുമല്ല. അതെല്ലാം വെറുതെ. നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വെക്കോ. സത്യമായിട്ടും പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ. പശുവൊന്നുമല്ലല്ലോ. കാർത്തേനീച്ച മുളക് കൊണ്ടോടെ പാക്ക് ചെയ്തു. അത് റഷ്യയിലും കിട്ടും. മാമനും പോകുന്നു റഷ്യയില്. പശുവിനാര് നോക്കും? പശുവാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ പശുവൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ? അടയില്ലേ? ഒരു കുപ്പി ധന്വന്തരി കുഴമ്പോലും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട. ഞാനങ്ങോട്ടും വരുന്നുമില്ല, എനക്കൊരു തകരാറുമില്ല. തകരാറുള്ളവരാണോ മാമ റഷ്യ പോകുന്നത്? എന്റെ പ്രസന്നേട്ടാ. അല്ല, നിന്നെ ഉദ്ദേശിച്ചല്ല, എൻ്റെ ഒരു ഇന്റർനാഷണൽ ഡൗട്ട് ആയിരുന്നത്. നാട്ടിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവരാ നാട് വിട്ടു പോകുന്നു. അച്ഛാ, പെണ്ണുങ്ങളെ കൊള്ളൽ എനക്ക് തന്നെ തികയുന്നില്ല. അപ്പോഴാ പെണ്ണുങ്ങൾ അകത്തുനിന്ന് കേക്കച്ച. പുറത്ത് വെക്കാനുള്ളത് കടുപ്പം കാര്യം. അത് സാരമില്ല തന്നെ. ചെല്ലി ദുരുദ്ദേശമൊന്നുമില്ലല്ല. ഇല്ലല്ല. ചിരിയൊക്കെ നല്ല ചിരിയാണല്ലോ. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഭയങ്കര ചിരിയാണല്ലോ. ചിരിച്ച Hey, Valapalam, how come I was not informed that the IC is short in supply? With this kind of irresponsible behavior, we are not going anywhere forward. What's wrong with you? You should be more meticulous about things like this. Вежливы. Уступайте места инвалидам, пожилым людям, пассажирам с детьми. Осторожно, двери закрываются. Следующая станция – Чистые пруды. Уважаемые пассажиры, будьте взаимно вежливы. Hello. Hi. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അറിഞ്ഞില്ലേ? ദൈവമേ, ആക്രമിക്കാൻ വന്നെയായിരിക്കോ? Subramaniam, right? Yes, yes. Hi, Hitomi, technical coordinator. You are a Malayali, right? Yes, yes.
ആ എനിക്ക് കണ്ടപ്പോഴേ തൊണ്ണി മലയാളിയാണ് നീ. മലയാളം മലയാളം എങ്ങനെ അറിയാം? I'm born in both of here. But എന്റെ പാപ്പ മലയാളിയാണ്. വീണു. വീണു എങ്ങനെ വീണു? വീണു. VENU. വീണു. വീണു. And my mom is from Japan. ഇന്റർനാഷണൽ. Funny. ജനിച്ചിട്ടും വളർന്നതും ഈടാണെങ്കിലും എന്റെ മനസ്സിൽ ഞാനൊരു മലയാളിയാണ്. പാപ്പ അങ്ങനെ വളർത്തിയാൽ. അത് മലയാളം കേട്ടപ്പോഴേ മനസ്സിലായി. Thank you. എന്തെന്നാ അത്? എന്നാട്ടാ മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം അത്? എനക്ക് ഇന്നലെ തലവേദന ആയിരുന്നു ഏട്ടാ. ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. മരുന്ന് കഴിക്കണ്ടേ? ഇനി മുതൽ എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി. പിന്നെ നിങ്ങളെ വേലക്കാരിയല്ലേ ഞാൻ. ഒരു ലേഡീസ് അല്ലേ ഞാൻ? എന്റെ ഫേസ് അല്ലേ എനിക്ക് വലുത്? ഇതൊക്കെ എന്താ വേണ്ടത്? കുറച്ച് സാമ്പാർ. കുറച്ച് സാമ്പാർ എടുക്ക. പ്രസന്നേട്ടാ എന്താ പറഞ്ഞു എനിക്ക്? ഭാസ്കരൻ രാവിലെ ഇട്ടൂട്ടും പോയി. എങ്ങോട്ട്? ലൂസ് മോഷൻ. ലൂസ് മോഷനെ ശ്രദ്ധിക്കണം പ്രസന്ന. പ്രായമില്ലേ? ഒരു ജലൂസ് കൊടുത്താൽ മതി. ഭക്ഷണത്തിൽ നിന്നായി പുറത്തുനിന്ന് വാങ്ങി കൊടുത്തില്ല. രാത്രിത്തെ ചോറും സാമ്പാറും ഇവിടുന്ന വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ പോകുന്നത് സാമ്പാർ പോലെ. വേണ്ട വേണ്ട കണ്ടിനാ എന്താ സാമ്പാർ? പിന്നെ സാമ്പാറാന്നോ അവിയിലാന്നോ നോക്കല്ലേ എന്റെ പണി. ആത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. പ്രസന്നേട്ടനെ ചീത്തയും പറഞ്ഞു. വത്സലയും കൊണ്ടോ? കാർത്താനിച്ചി ഒരു നല്ല വർത്താനം പറഞ്ഞു നിങ്ങൾക്ക്. രാവിലെ വേണ്ടാത്ത വർത്താനം. കക്കൂസിന് പിന്നെ ലുലുവാണെന്നാ പറയേണ്ടത്. അല്ല പിന്നെ ഹോം നേഴ്സ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ചേച്ചിമാരായിരിക്കുന്നു. He was Papa's best friend. ഇത്ര വലുതായിട്ടും പുടാത്തിരങ്ക പോൽ സബ്ജിച്ചു പൊണമേന പടയും. പാപ്പ ബെത്തിലായിരുന്നെങ്കിലും കൂടെ ഉള്ളത് ഒരു ധൈര്യമായിരുന്നു. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ? പ്രസന്നേട്ടാ ഞാൻ മരണ വീട്ടിലുണ്ട്, അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? റഷ്യയിലുണ്ട് പറഞ്ഞ വീട്. കാര്യം പറയട്ടാ. മാമന് നല്ല സുഖമില്ല. ആ കാർത്തിയാനി ശരിയല്ലാന്ന് അവര് ശരിക്കും നോക്കുന്നില്ല. അയ്യോ അന്ന് വേറൊരാൾ ഏർപ്പാടാക്കി പ്രസന്നേട്ടാ. അതൊക്കെ വച്ചു. ആര് വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെറുതെ 10,000 രൂപ മാസം കളയുന്നല്ലാതെ. നീ പറ്റുമെങ്കിൽ ഒന്ന് വാ. മാമന ദിവസം മനസ്സിലാന്ന്. നീ വരുന്നവരും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. All well?